ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ ജെ വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ ജെക്കെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന്. സത്യത്തിൽ മടിയാണ്, എനിക്ക് മടി പിടിച്ചു വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ പോലെ ആ ഒരു ഇത് കിട്ടുന്നില്ല, ഭയങ്കര മടിയായിപ്പോയി. പിന്നെ കൂടാതെ ഇവിടെ ജോബും അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ കൂടാതെ ഗൾഫിൽ അറിയാലോ, ഇപ്പോൾ ഭയങ്കര ചൂടുകാലമാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡേ ടൈമിൽ. ഈവൻ നൈറ്റ് പോലും ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് വീടിനകത്തുള്ള സംഭവങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീടിനകത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഫ്ലാറ്റ് ലൈഫിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കൂടെ നമുക്ക് പോകുന്ന സമയത്ത് എസ്പെഷ്യലി നാട്ടിൽ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ ഭരണിക്കകത്ത് ഈ വലിയ വലിയ കുപ്പിക്കകത്തൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്, അല്ലേ? വീട്ടിൽ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാലും നമ്മൾ അങ്ങനെ കഴിക്കില്ല. പക്ഷെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ നമുക്കതൊന്ന് എടുത്ത് കഴിക്കാൻ തോന്നും, അല്ലേ? അപ്പം ഞാൻ ഇന്ന് കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ട്, നമ്മളിവിടെ ബാച്ചിലർ ആണല്ലോ, സിംഗിൾ ലൈഫ് ആണല്ലോ, അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടാം എന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടാം, അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ. അപ്പോൾ ഇത് കണ്ടിട്ട് പലർക്കും ചിലപ്പോൾ ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലിമിറ്റഡ് നോളേജ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അത്യാവശ്യത്തിന് നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അധികം ഒന്ന് സംസാരിച്ച് കൊളാക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നെല്ലിക്ക വേണം. നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 10-15 നെല്ലിക്ക ഉണ്ടാവും തോന്നുന്നു. 15 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു നാരങ്ങ ഇടാം, പ്ലസ് കുറച്ച് പച്ചമുളക്, കാന്താരി മുളകാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കടുക് വേണം, കല്ലുപ്പ്. ഓക്കെ, പിന്നെ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് നെല്ലിക്ക, പച്ചമുളക്, പിന്നെ നാരങ്ങ, കടുക്, കറിവേപ്പില. ഓഫ് കോഴ്സ് കറിവേപ്പില ഞാൻ വിട്ടുപോയി, കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കല്ലുപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ആദ്യം തന്നെ, നമ്മുടെ നാട്ടിൽ ചീനച്ചട്ടി എന്ന് പറയും, പാൻ യൂസ് ചെയ്യാം. അപ്പോൾ ചീനച്ചട്ടി നമ്മൾ ആദ്യം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. എന്ത് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, എന്ത് വേണം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആദ്യം ഇടേണ്ട സംഭവമാണ് കടുക്. കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ചിട്ടാൽ മതി, ഒരുപാട് കറിവേപ്പില ഫ്രൈ ചെയ്യാൻ പാടില്ല. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കും. എപ്പോഴും പറഞ്ഞു കാന്താരി മുളകാണ് കുറച്ച് ടേസ്റ്റ്, പക്ഷേ ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പച്ചമുളക് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നെല്ലിക്കയെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സോറി, എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഞാൻ മറ്റേ കൈ കൊണ്ട് ഇളക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ബാലൻസിങ് ഇല്ലാതെ തോന്നുന്നത് നിങ്ങൾക്ക്. അതിലോട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് അറിയാലോ, ഉപ്പ് നമുക്ക് ആവശ്യത്തിനല്ല, ഉപ്പ് കുറച്ച് അധികം വേണം. ഇത് ഉപ്പിലിട്ടതായതുകൊണ്ട്, ഉപ്പാണല്ലോ അവിടുത്തെ ഹൈലൈറ്റ്. ഉപ്പ് കുറഞ്ഞു പോയാൽ പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നെല്ലിക്കയും പച്ചമുളകും ഉപ്പെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നെല്ലിക്ക ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയല്ല, ചെറുതായിട്ടൊരു ചൂടാവില്ലേ, നമുക്ക് നെല്ലിക്ക ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പ് ഇല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഈ വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഏകദേശം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാരങ്ങ കൂടെ മാറ്റി വെച്ചിരുന്നു. നാരങ്ങ ഇട്ടാൽ കുറച്ചുകൂടെ നമുക്ക് നാരങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രസമല്ലേ ഉപ്പിലിട്ടതിൻ്റെ കൂടെ. അപ്പോൾ നാരങ്ങ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. നമുക്കിത് തിളയ്ക്കുന്നവർ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ നെല്ലിക്ക എല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് മാറ്റാം. ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല. അറിയാമല്ലോ, പ്ലാസ്റ്റിക്കിന് അത്രയും നമ്മുടെ ശരീരത്തിന് ദോഷമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഗ്ലാസ് കുപ്പി മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ചെറിയൊരു ബോട്ടിലാണ്, അധികം നെല്ലിക്കയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തണുത്ത നെല്ലിക്ക ഞാൻ ഇതിലോട്ട് വെള്ളത്തോടു കൂടി ഞാൻ മാറ്റുന്നുണ്ട്. ആക്ച്വലി എൻ്റെ കുപ്പി ചെറുതായതുകൊണ്ട് എനിക്ക് വേറൊരു കുപ്പി കൂടെ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കുപ്പിയിലാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നെല്ലിക്കുപ്പിലിട്ടത്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ചെറിയ കുപ്പി 2 കുപ്പി വേണ്ടി വന്നു. എൻ്റെ അടുത്ത് പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് കുപ്പിയാണ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് അൺഹെൽത്തിയാണ്. നമ്മുടെ ഗ്ലാസിൻ്റെ കുപ്പി തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പീസ് ഞാൻ കുറച്ചൊന്ന് കഴിച്ചു. അപ്പോൾ ഞാനിനി വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഞാൻ കഴിക്കാം, എങ്ങനെയുണ്ട് നോക്കാം. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ നേരത്ത് കഴിക്കാം. പിന്നെ നെല്ലിക്ക നമുക്ക് നല്ലതാണല്ലോ, ആരോഗ്യത്തിന് നല്ലതാണ് നെല്ലിക്ക. ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നെല്ലിക്ക. അതെല്ലാവർക്കും അറിയാം, നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ, നെല്ലിക്ക ഉപ്പിലിട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വലിയ അപാരമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ നെല്ലിക്ക ഉപ്പിലാണെന്ന് എനിക്ക് 2 ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോഴെനിക്ക് പെട്ടെന്ന് നെല്ലിക്ക ഉപ്പിലിടനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. സക്സസ്ഫുൾ ആയിട്ട് വന്നു, താങ്ക് ഗോഡ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇഞ്ചിയൊക്കെ ചിലവർ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മറ്റുള്ള യൂട്യൂബ് കാണുന്ന സമയത്ത് അവർ ഇഞ്ചിയൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കൊന്നും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ തന്നെ ഇത് നല്ല അതേപോലെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് നല്ല ഉപ്പാണല്ലോ മെയിൻ നെല്ലിക്ക ഉപ്പിലിട്ടതിൽ. അപ്പോൾ എന്തായാലും സംഭവം കിടുവായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാത്ത ആൾക്കാർ, എസ്പെഷ്യലി ബാച്ചിലേഴ്സ്, വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കുന്ന ആൾക്കാർ, വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാം. ബൈ ബൈ.